നമസ്കാരം. 2021 മെയ് 20 അധികാരത്തിലേറ്റ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഈ ഭരണകാലഘട്ടം തികയ്ക്കാതെ അദ്ദേഹം രാജിവെച്ച് ഒഴിയും എന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞാൽ ആ മാധ്യമങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ല എന്നേ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പറയൂ. അല്ലെങ്കിൽ മാധ്യമങ്ങൾ കുറെ കാലങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുഖ്യമന്ത്രി ഇന്ന് രാജിവെക്കും, നാളെ രാജിവെക്കും, ലോകായുക്തയുടെ വിധി വരാൻ പോകുന്നു, മുഖ്യമന്ത്രി രാജിവെക്കും, ലാവ്ലിൻ കേസിന്റെ വിധി വരാൻ പോകുന്നു, മുഖ്യമന്ത്രി രാജിവെക്കും എന്നുള്ള പല പ്രവചനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളടക്കം പലതിലും വന്നിട്ടുണ്ട്. ജനങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അത്തരം കാര്യങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത്തരം ഒരു കാര്യം ജനങ്ങളുമായി, ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാകുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2.5 വർഷം പിന്നിടുന്നു. ഇനി ഒരു 2.5 വർഷം കൂടി തികയ്ക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പടിയിറങ്ങും, അദ്ദേഹം രാജിവെച്ചൊഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ. അങ്ങനെ തന്നെയാണ്. ഒരു ഭരണാധികാരി, അത് മുഖ്യമന്ത്രിയാവട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവട്ടെ, രാജ്യമോ സംസ്ഥാനം ഭരിക്കണമോ എന്നുണ്ടെങ്കിൽ കൃത്യമായി ഖജനാവിൽ പണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പദ്ധതികളിലൂടെ രാജ്യത്തെ ഖജനാവിലേക്ക് പണം ഒഴുകിയെത്തണം, നികുതികളിലൂടെ പണം ഒഴുകിയെത്തണം. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും സർക്കാരിന് പണം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ലക്ഷറി കോച്ചിൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. സർക്കാരിന്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ജനങ്ങൾ പരിഹാസദ്യോതകമായി പറയുന്നുണ്ട്. അതെന്ത് തന്നെയായാലും സർക്കാരിന്റെ കയ്യിൽ ദൈനംദിന ചിലവിന് വേണ്ടി നയാ പൈസ എടുക്കാനില്ല എന്നുള്ള തരത്തിൽ തന്നെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ധനമന്ത്രി ബാലഗോപാലും ഇത് തന്നെ പറയുന്നു. മുണ്ടുമുറുക്കി ഉടുത്തുകൊണ്ട് ചിലവ് ചുരുക്കണം എന്നാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായി മാധ്യമങ്ങൾക്ക് മുൻപിലും പൊതുജനങ്ങൾക്ക് മുൻപിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കമുള്ള മന്ത്രിമാരുടെ യാതൊരു തരത്തിലുള്ള ധൂർത്തിനും കുറവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളീയവും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ധൂർത്തിന്റെ മാമാങ്കങ്ങൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. മുഖ്യമന്ത്രി 99 സീറ്റിന്റെ പിൻബലത്തോടു കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഘടകകക്ഷികളിൽ ഏറ്റവും വലിയ CPI പോലും പുറത്ത് പിണങ്ങിപ്പോയാൽ പോലും ഭരണം ഒരു കാരണവശാലും നഷ്ടമാകില്ല. കൃത്യമായി അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ സാധ്യതയും പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ അതിന് തന്ത്രജ്ഞനാണ്, അതിൽ മിടുക്കൻ തന്നെയാണ്. പക്ഷേ ഖജനാവിൽ പണമില്ലാതെ എങ്ങനെയാണ് പിണറായി വിജയൻ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം. ഇനി 10ന്റെ പൈസ കേന്ദ്രത്തിൽ നിന്നും കടം കിട്ടാനില്ല. ആകെ അടുത്ത മാർച്ച് മാസം വരെ കിട്ടാനുള്ളത് 3800 കോടിയാണ്. അതിൽ 2000 കോടി ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞു. ഇനി 1800 കോടി രൂപ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 1800 കോടി ബാക്കി കിട്ടാനുള്ള 1800 കോടി ഡിസംബറിൽ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് എടുക്കേണ്ടതായി വരും. അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ തീർത്തും ഈ 1800 കോടിയും സ്വാഹയായി തീരും. അതായത് പിന്നീട് കടം കിട്ടാൻ യാതൊരു വിധത്തിലും ഒരു മാർഗവുമില്ല. മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പണയപ്പെടുത്തിക്കൊണ്ട് പണം കൈക്കൊള്ളാം എന്നുള്ളൊരു നയം അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായി. കിഫ്ബി പോലുള്ള പല കാര്യങ്ങളും, പല ബോണ്ടുകളും കൊടുത്തുകൊണ്ട് അങ്ങനെ സംസ്ഥാനം പലയിടങ്ങളിൽ നിന്നും കടം പറ്റിയിരിക്കുന്നു. ഇനി കടം കൊള്ളുവാൻ എവിടെയും മാർഗമില്ല. 10 രൂപ കടം കിട്ടാൻ കേന്ദ്രത്തിൽ നിന്നും സാധ്യതയില്ല. കേരളത്തിന് 50,000 കോടിയിലധികം കേന്ദ്രം കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ കണക്കുകൾ സഹിതം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്ന് വ്യക്തമാക്കിയത്, കൂടി വന്നാൽ കൃത്യമായ കണക്കുകൾ നൽകുകയാണെങ്കിൽ കേരളത്തിന് ഒരു 5000 കോടി രൂപ ഇനി ഒരുപക്ഷെ കൊടുക്കാനുണ്ടാകും. അത് ഒരു കാരണവശാലും അവർ ഇതുവരെ കൊടുത്തതിന്റെ കണക്ക് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ഇനിയും അവർ കണക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർത്തും കൊടുക്കാനുള്ളത് ഈ ഒരു തുക മാത്രമാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് പോലെ കേരളത്തിനും കൊടുത്തിട്ടുണ്ട്. കേരളം പല ഫണ്ടുകളും ലാപ്സ് ആക്കിയിട്ടുണ്ട്. പലപ്പോഴും കൃത്യമായ കണക്കും കാര്യങ്ങളും കൊടുക്കാതെ പല ഫണ്ടുകളും ലാപ്സ് ആക്കിയിട്ടുണ്ട്. ഇനി കേരളത്തിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന 5000 കോടിയാണ്. ഈ 5000 കോടിക്ക് സംസ്ഥാനം കൃത്യമായ കണക്ക് കൊടുത്താൽ കേന്ദ്രം അത് അനുവദിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമനും പറഞ്ഞത്. കണക്കിന്റെ കളികൾ സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തും, കേന്ദ്രം കൊടുത്തെന്ന് കേന്ദ്രവും പറയും. അതെന്ത് തന്നെയായാലും സംസ്ഥാനത്തിന്റെ ഖജനാവിൽ 10 പൈസയില്ല. കേരളത്തിലെ ഇന്ന് കാണുന്ന ദാരിദ്ര്യാവസ്ഥയ്ക്ക്, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയ്ക്ക് കേന്ദ്രം തന്നെയാണ് കാരണം എന്ന് കേരളം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ എല്ലാം ഗതി ഇതല്ലല്ലോ. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ധാരാളം നികുതി കിട്ടുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ നികുതി ഇനത്തിൽ കുറവ് വരുന്നത്? കേരളത്തിൽ യാതൊരു സംരംഭവും
തുടങ്ങാനുള്ള സാധ്യതയില്ല. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംരംഭകത്വമായി ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ കുത്തുപാളയടിപ്പിക്കുന്ന നയം തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കിറ്റക്സ് സാബുവിനെ പോലുള്ള ആളുകൾ ആന്ധ്രാപ്രദേശിലോ തെലങ്കാനയിലേക്കോ പോയി അവിടെ 2000-ഓ 4000-ഓ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നു. ആ സംസ്ഥാനങ്ങൾക്ക് നികുതി കിട്ടുന്നു. ഇത് കേരളത്തിന് കിട്ടേണ്ട നികുതിയാണ്. കേരളത്തിന്റെ തീർത്തും നയവൈകല്യം മൂലം ഇവിടെ നിന്ന് ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ സഹായമായി അവർ കേരളത്തിൽ നിന്നും കേരളത്തെ മടുത്തുകൊണ്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ശമ്പളം മുടങ്ങുന്നു, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, KSRTCയിലെ ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, KSEBക്ക് പോലും ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. യൂണിവേഴ്സിറ്റികളിലെ പരീക്ഷകൾ മാറ്റിവെക്കുന്നു. യൂണിവേഴ്സിറ്റി സ്റ്റാഫുകൾക്കുള്ള ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് കേരളത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ, ഭരണചക്രങ്ങൾ നിലയ്ക്കുന്നു. സംസ്ഥാനത്ത് 5 പൈസ എടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാന ഭരണകൂടം സാമ്പത്തികമായി അവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് കൂപ്പുകുത്തിയിരിക്കുന്നു. ഇനി സാമ്പത്തികമായി യാതൊരു തരത്തിലും കരകയറാൻ പറ്റാത്ത നിലയിലേക്ക് കേരളം അധപ്പതിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ എങ്ങനെയാണ് ഭരണചക്രം തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അധികാരത്തിൽ ഇരിക്കുവാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ അധികാരം തുടർന്നു കൊണ്ടുപോകുക? ഒരു കാരണവശാലും ഖജനാവിൽ പണമില്ലെങ്കിൽ പിന്നെ ഏത് തരത്തിലാണ് കേരളത്തിൽ, എന്ത് തരത്തിലുള്ള, കേരളം എന്നല്ല ഏത് സംസ്ഥാനത്തായാലും ഏത് തരത്തിൽ ഭരണനിർവഹണം നടക്കും? എവിടെ നിന്നും ധനം കിട്ടാനില്ല. പിന്നെ എങ്ങനെയാണ് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുക? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ കൃത്യമായ രീതിയിൽ തന്നെ പണിമുടക്കും. അവർ സർക്കാർ ജീവനക്കാരാണെങ്കിലും സർക്കാരിന്റെ ഭരണയന്ത്രം തിരിക്കുവാൻ വേണ്ടി മാത്രമല്ല അവർ ജോലി എടുക്കുന്നത്, അവരുടെ കുടുംബം കഴിയാൻ വേണ്ടിയാണ്. അപ്പോൾ കുടുംബം കഴിയാൻ വേണ്ടി ശമ്പളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ പണി ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോകും, അവർ സമരത്തിന് ഇറങ്ങിത്തിരിക്കും, സർക്കാർ വീണ്ടും വട്ടത്തിലാവും. ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പകുതി ശമ്പളം ഞങ്ങൾ പിന്നീട് തരാം, അത്തരം കാര്യങ്ങൾ ഒരു ആലോചന നടക്കുന്നതായാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതായത് സർക്കാർ സർവീസുകളിൽ കഴിയുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം 2-ഓ 3-ഓ പ്രാവശ്യമായി കൊടുക്കാൻ സാധിക്കും. അടുത്ത ജനുവരി വരെയെങ്കിലും അല്ലെങ്കിൽ അടുത്ത മാർച്ച് മാസം വരെയെങ്കിലും ഇത്തരത്തിൽ ഒരു സംവിധാനത്തിന് തയ്യാറാണോ എന്നുള്ള ചില ചർച്ചകൾ അനൗപചാരികമായി നടന്നു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പറഞ്ഞ് കേൾക്കുന്നതിലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഇത്തരം ഒരു ഗുരുതരാവസ്ഥയിൽ ഇനി എനിക്ക് ഈ ഭാരം ഏൽക്കാൻ സാധിക്കില്ല, നിങ്ങൾ ആരെങ്കിലും ഇത് വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ, ഞാൻ ഈ ഭരണത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റാരെയെങ്കിലും ഈ ഭരണചക്രം ഏൽപ്പിച്ചു അദ്ദേഹം രാജിവെച്ച് ഇറങ്ങിപ്പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന സൂചനകൾ. മിക്കവാറും അത് തന്നെയാണ് നടക്കാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത്.